ഹലോ! ഇത് നമ്മളെ സ്റ്റേക്കേഷൻ വീഡിയോന്റെ പാർട്ട് 2 ആണ് കേട്ടാ. പാർട്ട് 1ന്റെ വീഡിയോ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവരൊന്ന് കണ്ടോക്കിക്കോട്ടാ. അതാവുമ്പം ഒരു കണ്ടിന്യൂഷൻ പോലെ അങ്ങ് കാണാലാ. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാല്ലേ. ഫുജിറാമ നെസ്റ്റോന്ന് മേടിച്ച സാധനമെല്ലാം അജയേട്ടൻ റൂമിൽ കൊണ്ടുവച്ചിട്ട് വന്നുവേ. ഞാനും അനുവും ആദ്യം വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്നല്ലേ ഉണ്ടായത്. ഞാൻ ഫോട്ടോ എടുക്കുന്നതാന്ന് വിചാരിച്ചിട്ട് അജയേട്ടൻ പോസ് ചെയ്യുന്നുണ്ടായത്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ല ഫോട്ടോ അല്ല വീഡിയോ എന്ന് പറയുമ്പോൾ ചിരിക്കുന്ന ചിരിയാന്നൊക്കെ കണ്ടതായിട്ടാ. അനുവാദയും ദാ കളി തുടങ്ങി. അവരിക്ക് അങ്ങനെ അധികം ആളൊന്നും ഇല്ലാണ്ട് ക്രൗഡൊന്നും അല്ലാത്ത ഏരിയയിൽ ഇങ്ങനെയുള്ളൊരു കളി കളി അധികവും നിർബന്ധമാണ് കേട്ടാ. ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്കോ അങ്ങനെ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കും രണ്ടുപേരും. പക്ഷേ ഇതിലൊരു കാര്യംന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല സ്നേഹത്തിലാണ് ഇത് തുടങ്ങലെങ്കിലും ലാസ്റ്റ് ആവുമ്പോ ചിലപ്പോ ഒരു കുശുമ്പെല്ലാം പിടിക്കുവേ. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം അങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യില്ല. പിന്നെ ഇവരെ കളി കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാനും പിന്നെ ചേട്ടനും അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. ഇനിയിപ്പോ അടുത്ത ലക്ഷ്യം ഫുഡ് കഴിക്കാൻ പോണം. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ ഫുജറയിൽ അത്ര നമ്മ അങ്ങനെ ഫുഡ് കഴിച്ച് ഗോർഫക്കാനിലാണ് അധികം ഫുഡ് കഴിക്കാൻ പോലെ. ഫുജറയിലേക്ക് വന്നു കഴിഞ്ഞാല് ഗോർഫക്കാനിലും പോയി അല്ലെങ്കിൽ ഗോർഫക്കാനിൽ വന്നു കഴിഞ്ഞാൽ ഫുജറയും കറങ്ങി അങ്ങനെ പോലെ. ഫുഡ് അധികം കഴിക്കല് ഗോർഫക്കാനിന്നാണ്. അതുകൊണ്ട് ഫുജറയിൽ അധികം റെസ്റ്റോറന്റ് ഒന്നും പരിചയമില്ല. അന്നേരം അങ്ങനെ ചേട്ടൻ പറഞ്ഞു എന്തായാലും മെല്ലെ പുറത്തേക്ക് ഇറങ്ങാം. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമയം ഏകദേശം രാത്രിയായി കേട്ടാ. കാരണം നെസ്റ്റോലും ഫുജറ മാളിലെല്ലാം ഒന്ന് കറങ്ങിയല്ല. അന്നേരം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അനൂനി അധികം ആകെ ക്ഷീണം പിടിച്ചുവേ. ക്ഷീണം പിടിച്ചത് മാത്രല്ലാന്ന് തോന്നുന്നു. അവസാനം എന്തോ ഒരു കെണി കുത്തിയിട്ട് നിക്കലായി കണ്ട. മുഖമെല്ലാം ആകെ വീഡിയോ എടുക്കുമ്പോൾ ദേഷ്യം വന്നു. അങ്ങനെ അവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല ആകാശം നല്ല എന്താ പറയല് ഒരു മഴക്കാറിന്റെ ഒരു ലക്ഷണം പോലെ. പൊതുവേല് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറച്ചും കൂടി മഴ അധികം കിട്ടുന്ന ഒരു ഏരിയ ആണ് കേട്ടാ. ബാക്കിയുള്ള എമിറേറ്റ്സ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടിയും കിട്ടലുണ്ട്. മഴക്കാറ് സാധ്യത കുറച്ച് കൂടുതലാണ്. അന്നേരം പിന്നെ വേഗം വണ്ടിയിൽ കയറിയിരുന്നു. എനിക്ക് ഇതന്നെ സംശയം മഴ പെയ്യോ രാത്രി പെയ്യോ നമ്മ പോകുന്നതിന് മുന്നേ പെയ്യോ അത് കാരണം ഇന്ന് ഞാൻ ആ ചേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ എന്തായാലും സാധ്യതയില്ല നമ്മ വീട്ടിലെത്തിയിട്ടേല് ഇവിടെ മഴ പെയ്യൂലോ അത്രക്കും ബഗ്സാ നമുക്ക് ബസ് മീൻസ് ഐശ്വര്യം അന്നേരം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് കാണാൻ പറ്റും തോന്നില്ല അതല്ല എന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പിന്നെ അധികം തിരക്കൊന്നുമില്ല കണ്ട അധികം വലിയ തിരക്കോ ബഹളമോ ഒന്നുമില്ല. നമ്മൾ ഷാർജയിലല്ലാന്നെങ്കിൽ ഈ സമയത്തെല്ലാം നല്ല ട്രാഫിക്കും ബഹളെല്ലാം ആയിരിക്കും ഉണ്ടാവല്. നമ്മിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു റെസ്റ്റോറന്റ് നമ്മളെ കണ്ണിൽ പെട്ടുവേ. പക്ഷെ അങ്ങോട്ട് കയറാനുള്ള വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയി. എന്നിട്ട് വീണ്ടും റൗണ്ട് അടിച്ചിട്ട് അടുത്തേക്ക് വീണ്ടും വന്നു. ഫുഡ് പാൻ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ആണ് കേട്ടാ. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിനെ. വീക്കെൻഡ് ഒന്നും അല്ലായിട്ട് പോലും വർക്കിംഗ് ഡേ ആയിട്ട് പോലും അത്യാവശ്യം തിരക്കില്ല ഒരു റെസ്റ്റോറന്റ് ആയിരുന്നു. പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ വലിയ അലമ്പില്ല. അങ്ങനെ മുകളിലോട്ട് കയറി ആദ്യം എന്തോ ഒരു കുശുമ്പ് പിടിച്ചിട്ടായില്ലേ കണ്ട വലിയ ഉഷാറൊന്നുമില്ല എന്തോ ഒരു കുശുമ്പിലായില്ലേ. പിന്നെ അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്തിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ചധികം സമയം വെയിറ്റ് ചെയ്തു. അനുവിൻ്റെ അതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് പൊറോട്ടയും ബട്ടർ ചിക്കനും ചില്ലി ചിക്കനും. ബട്ടർ ചിക്കനാണ് മസ്റ്റേ. എന്നിട്ട് അതന്നെ വാങ്ങിച്ചു. ചേട്ടാ പറഞ്ഞു പിന്നെ അതന്നെ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതന്നെ വാങ്ങിച്ച് ഫുഡെല്ലാം കഴിച്ച് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. ഇത് നേരത്തെ ഉച്ചക്ക് കണ്ടത് കണക്കത്തെ സ്റ്റെപ്പ് തന്നെ കേട്ടോ പേടിയാവുന്ന ഇറങ്ങുമ്പോൾ. ഇത് രാത്രിയിലെ പിന്നെ റൂമിലേക്ക് വന്നുവേ. റൂമിൽ നിന്ന് രാത്രിയിലെ വ്യൂ ആണ് കേട്ടോ. വലിയ ഒരു ലൈറ്റോ അങ്ങനെ അധികം വലിയൊരു സംഭവമൊന്നും അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. രാത്രി ഏകദേശം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായി. എന്നാലും വണ്ടിയെല്ലാം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കിടന്നു ട്ടാ. പിറ്റേത്തെ ദിവസം രാവിലെ ആയിരിക്കുന്നു. അലാറമെല്ലാം രാവിലെ വെച്ചിട്ടുണ്ടായിന്. പക്ഷെ എഴുന്നേൽക്കുമ്പോഴേക്ക് 7:15 ആയിട്ടാ. അങ്ങനെ എനിക്ക് ഉറക്കത്തിന്റെ വലിയ റൂം മാറിക്കിടന്നാൽ ഉറക്കം വരില്ല അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഉറങ്ങിക്കോളും. എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അനുവാദിയും രാവിലെ 4 മണിക്ക് എണീക്കണം എനിക്ക് സൺറൈസ് കാണണം എന്നെല്ലാം പറഞ്ഞിട്ട് നിന്ന അനുവാദിയാണ്. അവര് 7:30 എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ടും ഒരു ഉഷാറൊന്നുമില്ല. വീണ്ടും അതിങ്ങനെ പുതച്ച് മൂടി കിടക്കേന്ന്. അപ്പോഴേക്കും നല്ല തണുപ്പുണ്ടായിന്. എന്നിട്ട് കണ്ടാ അജയേട്ടൻ രാവിലെ എണീച്ച് അവിടെ ഒരു കോഫി കുടിക്കുന്നുണ്ട്. അനുവാദി ഡ്രസ്സിൻ്റെ ഉള്ളിലെല്ലാം കൈയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തണുപ്പായിട്ട്. അജയേട്ടൻ പറഞ്ഞു വേഗം റെഡിയാവുക എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ബ്രഷൊക്കെ ചെയ്തൊന്ന് ഫ്രഷെല്ലാം ആയിട്ട് വേഗം മേക്കപ്പ് എല്ലാം ചെയ്ത് കൺമഷിയെല്ലാം ഇട്ടിട്ട് ഷൂസ് എല്ലാം ഇട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ലേ ഈ ലിഫ്റ്റ് പ്രസ് ചെയ്യുമ്പം കാർഡ് പഞ്ച് ചെയ്യണമെന്നുള്ളത്. നമ്മളത് ആ കാർഡ് അങ്ങനെ പഞ്ച് ചെയ്തതിന് ശേഷം വേണം നമുക്ക് ലിഫ്റ്റ് ഫ്ലോർ ഞെക്കാൻ വേണ്ടിയിട്ട്. ഞെക്കിയത് ഫസ്റ്റ് ഫ്ലോർ ആണെന്ന് തോന്നുന്നേ. മുകളിലാണ് ഇറങ്ങിയത്. പിന്നെ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി. അനുവിനെ അധികം ലിഫ്റ്റിനെയും കാട്ടിയും
ഒരു വിധത്തിൽ ഇഷ്ടം സ്റ്റെപ്പ് ഇങ്ങനെ തുള്ളി ഇറങ്ങാനില്ലാന്ന് കേട്ടാ. ലിഫ്റ്റ് ഇഷ്ടക്കേടൊന്നും അല്ല. എന്നാലും എനക്കും പ്രത്യേകിച്ച് എൻ്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയായിരിക്കും. എനക്ക് ലിഫ്റ്റ് നല്ല പേടിയുള്ള കാര്യമാണ്. പിന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല കേട്ടാ. ഒന്ന് അമ്മയാന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പോയത്. ബാക്കിയുള്ളവരെല്ലാം എണീച്ച് വരുന്നത്രേ. പിന്നെ അനുവാദിയും ആ ചേട്ടനും പ്ലേറ്റ് കൊടുത്തു. അന്നേരം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഓൾറെഡി വീഡിയോ എടുക്ക്, നിനക്ക് വേണ്ടത് ഞാൻ പിന്നെ കൊണ്ടുതരാം. ഇപ്പോൾ ആദ്യം എടുത്തിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാനാവില്ലല്ലോ. അന്നേരം അവിടെ ബോയിൽഡ് എഗ്ഗാണ് ആദ്യം കണ്ടത്. ഞാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അതൊന്നും എടുത്തോ. കാരണം ഇവർ ഏത് രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പുട്ടും ഇഡലിയും ദോശയും ഇങ്ങനത്തെ ഒന്നും സംഭവങ്ങൾ അധികം ഉണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബോയിൽഡ് ചെയ്ത്, എന്നിട്ട് അതിങ്ങനെ ഉരുണ്ട് പോകുന്നതുകൊണ്ട് അവൾ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടായില്ലേ, വിത്ത് തോടോട് കൂടിയിട്ടാണ് കേട്ടാ. തോട് കളഞ്ഞതൊന്നുമല്ല. അതുകൊണ്ട് പിന്നെ കയ്യിൽ പിടിക്കാമല്ലോ. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, സോസേജ് ഉണ്ടായിരുന്നു. അന്നേരം ചേട്ടൻ സോസേജെല്ലാം എടുത്തു. എനിക്ക് അങ്ങനത്തെ സോസേജ് കാണുമ്പോൾ എന്തോ പോലെയാണ്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അമ്മയും കുറച്ച് മസാല എല്ലാം ഇട്ടിട്ടല്ലേ ഫ്രൈ ചെയ്യല്. പിന്നെ ഇത് കാണുമ്പോൾ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ ബോയിൽഡ് പൊട്ടറ്റോ പറയുന്നത്. പക്ഷേ കാർബോഹൈഡ്രേറ്റ് നല്ലോണം ഉണ്ട് എന്നല്ലേ പറയുന്നത്. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ ബോയിൽഡ് പൊട്ടറ്റോ എടുത്ത് അജയേട്ടനെല്ലാം മീൻസ് ഏകദേശം എല്ലാം ഒന്ന് നോക്കാൻ വേണ്ടി വീഡിയോയും കൂടി എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആദ്യം ഫ്രൈഡ് റൈസ് ഒന്നും എടുത്തില്ല. ആദ്യം ബോയിൽഡ് പൊട്ടറ്റയും അതിൽ എന്താ പറയല് വേഗം കുറക്കണ്ട, രണ്ടും വേണ്ട, വേറൊന്നും വേണ്ട, ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട, അതിൽ കെച്ചപ്പും കൂടിയിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ ഉള്ളത് നേരെ തൊട്ടടുത്തൊരു പിന്നെന്താ ഉണ്ടായതിപ്പോൾ ബ്രെഡ് ഒരു ഫ്രൈ ചെയ്തൊരു ടൈപ്പ്, എനിക്കറിയില്ല പേര്, എനിക്കറിയുന്നുണ്ടായിട്ടില്ല. അവിടെ പേരുണ്ടായിട്ടില്ല കേട്ടാ. ഉണ്ടായിന്ന് തോന്നുമ്പോൾ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ബ്രെഡ് ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും നമുക്ക് സ്പോട്ടിൽ തന്നെ. ആ ഒരു മെഷീനിലേക്ക് നമുക്ക് കയ്യിൽ നിന്ന് ബ്രെഡ് എടുത്ത് അതിലേക്ക് വെച്ച് ചൂടോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അന്നേരം പൊതുവേ അനുവാദി ഈ ബ്രെഡ് ന്യൂട്ടലെല്ലാം വലിയ ഫാനാണ് രണ്ടുപേരും. അതുകൊണ്ട് ബ്രെഡ് എന്ന് പറയുമ്പോൾ അവർ ഓക്കെ എന്നെല്ലാം പറഞ്ഞിട്ട് വേഗം രണ്ടുപേരും ബ്രെഡെല്ലാം എടുത്തു. അവിടെ തൊട്ടടുത്ത് ബട്ടർ ഉണ്ടായിന് കേട്ടോ. അന്നേരം ബട്ടറും കൂടിയാ കണ്ട, അവിടുത്തെ താഴെ തന്നെ ബട്ടർ ഉണ്ട്. അന്നേരം ബട്ടറും കൂടി എടുത്തു. ബ്രെഡും ബട്ടറും പൊതുവേ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. അന്നേരം പിന്നെ അതും എടുത്ത് നേരെ അവിടെ പോയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പോയി. ആടെ ലൈവായിട്ട് ഓംലെറ്റിൽ ഉണ്ടാക്കുന്നുണ്ടായിന് കേട്ടാ. എന്നിട്ട് ഒരു ഓംലേറ്റ് പറഞ്ഞു, നല്ല അടിപൊളി ചീസെല്ലാം ഇട്ടുള്ള ഓംലേറ്റ് ഉണ്ടായിനെ. അത് കഴിച്ചിട്ട് അനുവാദിയും പോയിട്ട് ഓരോന്ന് പറഞ്ഞു കേട്ടാ. പിന്നെ കുറച്ച് അത് കഴിച്ച് മറ്റേ ഡെസേർട്ടിൻ്റെ സെക്ഷനിൽ പോയിട്ട് എല്ലാം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ പീസ് എടുത്തു. അധികം എടുത്തിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ ജ്യൂസ് ഇവിടുന്ന് എടുത്തു. അത് പൈനാപ്പിൾ ജ്യൂസും ആപ്പിൾ ജ്യൂസും എല്ലാം എടുത്തിട്ടുണ്ടായിന്. ചായ പൊതുവേ അനുവാദം കുടിക്കാത്തത് കൊണ്ട് വെള്ളം എടുത്തു. പിന്നെ അവിടെ കോഫി മെഷീനും സംഭവമെല്ലാം ഉണ്ടായിനി. അന്നേരം അത് കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിയിൽ അവർ പറഞ്ഞു, ഓക്കെ കോഫി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഞാൻ പോയിട്ട് ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവരെന്നെ പോയേ. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി എനിക്ക് വേണ്ടാന്നുള്ളത്, കാരണം രണ്ടെണ്ണം എടുത്താൽ മതി എന്നുള്ളത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കുടിക്കൂല എന്നറിയാം. ഇപ്പം ആദ്യൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ആണോ? ഇതാണ് അവളെ കറക്റ്റ് ആദ്യത്തത് കറക്റ്റ് എക്സ്പ്രഷൻ. രണ്ടാമത്തത് വീഡിയോക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്തത് മാത്രമാണ്. ഏകദേശം 3 പാക്കറ്റോളം ഷുഗർ അതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. എന്നാൽ ആ മധുരം ശരിക്കും കോഫി ആകുമ്പോൾ ചെറിയൊരു കയ്പ്പ് പോലെ ഉണ്ടാവുമല്ലോ. അന്നേരം അതുകൊണ്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ബാക്കി ഞാൻ കഴിക്കേണ്ടി വന്നു കേട്ടാ. അതിൻ്റെ ഇടയിൽ ഞാൻ ലാസ്റ്റ് കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിനി. കാണുന്നവർ വിചാരിച്ചോട്ട് ഞാൻ കുറച്ച് നല്ല ഉണ്ണിയാണെന്നുള്ളത്. എൻ്റെ മെയിൻ കോഴ്സിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഫോട്ടോയിൽ ആഡ് ആക്കാം കേട്ടാ. അങ്ങനെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ് എല്ലാം കഴിച്ചു. എനിക്കിഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടാണ് ആദ്യം തന്നെ എടുത്ത് കഴിച്ചത്. മസ്ക് മെലണില്ലേ, നമ്മൾ ഷമാമ്. പണ്ട് എൻ്റെ ചേട്ടൻ്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ടായി. ആദ്യമായിട്ട് ഞാൻ കഴിക്കുന്നത് അച്ഛൻ വാങ്ങിച്ചു തന്നതാണ്. അന്നേരം അത് നമുക്കറിയില്ല അന്നേരം ജ്യൂസ് അടിക്കേണ്ടത് ഏതാണെന്നൊന്നും. സംഭവം ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു ത്രില്ലിൽ വേഗം കട്ട് ചെയ്തിട്ട് കഴിച്ചതിൻ്റെ ടേസ്റ്റ് എനിക്കിപ്പോഴും പോയില്ല. എനിക്കെന്തോ ഇഷ്ടമായില്ല അന്ന്. അതിന് ശേഷം എല്ലാവർക്കും അത് ഇഷ്ടമായി. എനിക്കത് ഇഷ്ടമല്ല. എനിക്കത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോലെയാണ് ഉണ്ടായിന് കേട്ടാ. ഷമാമ എനിക്ക് ഇഷ്ടമല്ലാത്ത ഫ്രൂട്ടാണ്. ബാക്കിയൊന്നും കുഴപ്പമില്ല. അതെന്തോ ഒരു സ്മെല്ല് എനിക്ക് പിടിച്ചിട്ടില്ല. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ കിഡ്സ് പാർക്കിലേക്ക് പ്ലേ ഏരിയ ഉണ്ട്, അവിടത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഓപ്പൺ ആയിട്ടുണ്ടായിട്ടില്ല. കള്ളു കുടിച്ചു.
പള്ള പൂച്ചും പള്ള പൂച്ചും ഓടിയാൽ. അന്നേരം അനുവാദിയും ഓൾറെഡി തലേന്ന് രാത്രി സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് അവിടെ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു വന്നതാണ്. അന്നേരം ഇവരെന്നോട് പറഞ്ഞു സ്വിമ്മിംഗ് പൂളിൽ പോകുന്നില്ല അമ്മ, നമ്മ കിഡ്സ് പാർക്കിൽ കിഡ്സ് പ്ലേ ഏരിയയിൽ പോയിക്കോളാന്ന് പറഞ്ഞുകൊണ്ടാണ് ഉണ്ടായത്. അന്നേരം അവിടത്തേക്ക് പോയ ഉടനെ ഒരു ആകെ സങ്കടമായി. ലേറ്റ് ആവും ഓപ്പൺ ആവാൻ, കാരണം രാവിലെ ആയല്ലോ ഇത്. ഓപ്പൺ ആവാന്ന് പറയുമ്പോൾ പിന്നെ അജയേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ പോവാം. കാരണം ഇത് ഫുഡ് കഴിച്ചതേ ഇല്ലൂട്ടാ, ഫുഡ് കഴിച്ച് നേരെ പോകുന്ന പോക്കാണ്. അന്നേരം അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റൗണ്ടെല്ലാം അടിച്ചിട്ട് നേരെ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് പോയേ. അതെനിക്ക് തോന്നുന്നു 19ാമത്തെ നിലയിലാണ്. അന്നേരം ഈ താഴ്ന്ന് 19 വരെ എനിക്കതെല്ലാം ഒരു ബാലികേറ പോലെയാണ്. ഈ ലിഫ്റ്റ് നമ്മളെ ചുമന്നിട്ട് പോകുന്നതാണെങ്കിലും എനിക്കതിൽ നിൽക്കുമ്പോൾ എന്തോ ഒരു ചെവിയെല്ലാം അടഞ്ഞ് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനാണ് കേട്ടാ. എനിക്ക് തന്നെ ഒരു പേടിയാണ്. അന്നേരം ഈ പോകുന്നത് കണ്ട 13, 14 അങ്ങനെ അവസാനം 19ാമത്തെ നിലയിൽ ലിഫ്റ്റ് നിന്ന് ഓപ്പണായി. അങ്ങനെ അനുവാദി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയ ഇത് കുട്ടികളെ ഒരു പൂളാണേ. തൊട്ടപ്പുറത്ത് വലുതുണ്ട്. അന്നേരം അവിടെ ആൾക്കാരെല്ലാം സ്വിം ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് കേട്ടാ, അതൊരു മോശമല്ലേ വിചാരിച്ചു. പിന്നെ അനുവാദിയും വലിയ ആഴമൊന്നുമില്ല, പക്ഷെ അനുവാദിക്ക് നല്ല പേടിയിലുകൊണ്ട് തന്നെ അവരിങ്ങനെ പിടിച്ചിട്ടാണ് പോകുന്നത്. ഇവർക്ക് നീന്തെല്ലാം അറിയില്ല കേട്ടാ. എനിക്ക് ഈ വെള്ളം എന്ന് പറയുന്നത് വലിയ പേടിയാണ്. ആ പേടി കുറച്ചെല്ലാം അനുവാദിക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം വെള്ളത്തിലെല്ലാം അങ്ങനെ കളിച്ച്. അന്നേരം അജയേട്ടൻ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായില്ല. അന്നേരം അജയേട്ടൻ നേരെ പോയി റൂമിൽ പോയിട്ട് ഡ്രസ്സും എല്ലാം എടുത്തിട്ട് വന്നു. അജയേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാനും ഇറങ്ങിയേക്കാൻ പറഞ്ഞിട്ട് അജയേട്ടൻ മറ്റേ പൂളിൽ അജയേട്ടനും ഇറങ്ങി. ഞാനിങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് ഇങ്ങനത്തെ പൂളിൽ ഇറങ്ങാനൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. എനിക്ക് അതൊന്നും വലിയ ഇൻട്രസ്റ്റുള്ള കാര്യമല്ല. പിന്നെ അങ്ങനെ പിന്നെ അതൊന്നും മെനക്കേടാണ്, ഇത് മാറ്റണം മാല മാറ്റി. പിന്നെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വാഷ്റൂമിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ, നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടും. ജസ്റ്റ് അവിടെ നിന്ന് കുളിച്ച് തൊട്ടപ്പുറത്ത് തന്നെ, അത് കണക്റ്റഡ് ആയിട്ട് തന്നെ കണ്ട, തൊട്ടപ്പുറത്ത് തന്നെ പിന്നെ വലിയൊരു റൂമാണൊക്കെ, വാഷ്റൂമാണൊക്കെ, മീൻസ് കുളിക്കാനുള്ള ഏരിയയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ ആണൊക്കെ അപ്പുറത്തും തോർത്താനുള്ളതെല്ലാമായിട്ട്. പിന്നെ വാഷ്റൂംസ് വേറെയുണ്ട്, ടോയ്ലറ്റും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വേറെയുണ്ട്. ഇത് കുളിക്കാനുള്ള ഒരു ഏരിയ. പിന്നെ അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അനുവാദി ശരിക്കും ഒന്ന് കുളിക്കാൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ തല മൊത്തം വെള്ളം അയച്ച് നന്നായിട്ട് തോർത്തിയിട്ട് നേരെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അജയേട്ടൻ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് അവിടെ ആ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ അത് കണ്ട ഉടനെ അനുവാദിയും ചാടിക്കയറി അതിൻ്റെ അകത്ത് ഇരുന്നോട്ടാ. പിന്നെ വെയിൽ സമയമായല്ലോ, കുറച്ച് വെയിലായതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞു എന്തായാലും പുറത്ത് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നേരെ വീണ്ടും നമ്മളെ ഫ്ലോറിലേക്ക് ഇറങ്ങി. അവിടുന്ന് പിന്നെ ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്, പണ്ടത്തെ ആ ഒരു ഏരിയയിൽ വന്ന മാറ്റങ്ങളും മുമ്പ് ലൈസൻസ് എടുത്ത സ്റ്റോറി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കേട്ട് മടുക്കാത്ത കുറേ കഥകളുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓർമ്മകളായി വിറക്കി നൊസ്റ്റാൾജിയ അടിച്ചിട്ടിരിക്കുന്നത് വന്നിട്ടാ. പിന്നെ റൂം ടൂർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോ അതിൻ്റെ ഇടയിലെല്ലാം എടുത്തതെല്ലാം ഞാനിതിൽ ആഡ് ആക്കാമെന്ന് വിചാരിച്ചു. കയറി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഡോറ് തുറന്ന ഉടനെ നമുക്ക് ഈ നോർമലി ഹോട്ടൽസിൽ ഉണ്ടാവുമല്ലോ കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കറണ്ട് ഇതെല്ലാം എ സി എല്ലാം വർക്ക് ആവാൻ വേണ്ടിയിട്ട് അതായിരുന്നു. പിന്നെ കയറിയിട്ട് ലെഫ്റ്റ് സൈഡിൽ തന്നെ വാഷ്റൂം വരുന്നത്. വാഷ്റൂമിൽ ഈ പറഞ്ഞ കണക്കെ വാഷ്റൂം ടോയ്ലറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഒരു പെയിൻറ്റിങ് എന്തൊക്കെയുണ്ട്. ഇത് ഞാൻ വന്നന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഫോൺ വരുന്നുണ്ട്, ഹെയർ ഡ്രയർ വരുന്നുണ്ട്, പിന്നെ ഒരു മിറർ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് എന്താ പറയല് ഷേവിങ് സെറ്റും ഒരു ക്രീമൊക്കെ വരുന്നു. ക്യാപ്പ് വരൂല്ലേ കുളിക്കുന്ന ഷവർ ക്യാപ്പ്, അതുണ്ട് ആ കവറിൽ, അതാണേ ഇത്. പിന്നെ അവിടെ ഒരു ഗ്ലാസ് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും വേറെ എക്സ്ട്രാ ഇത് സംഭവങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ ഹാൻഡ് വാഷും അത് സോപ്പും ലോഷനും ഉണ്ട്. പിന്നെ ടിഷ്യൂവിൻ്റെ ഒരു ബോക്സ് ഉണ്ട്. ഇത് അനുവാദി വന്നന്ന് ബാത്ത് ടബിൽ നീരാടുന്ന കാഴ്ചയാണ് കേട്ടോ. ഫുള്ള് വെള്ളം നിറച്ച്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ കണക്കെ ഷാമ്പൂ ഉണ്ട്, സോപ്പ് ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. വഴുതി കെട്ടി വീഴല്ലേ, നമുക്ക് നല്ലോണം ഇതുണ്ട്. അങ്ങോട്ടാക്കല്ല. പിന്നെ കയറി വരുന്ന ലെഫ്റ്റ് സൈഡിൽ വാഷ്റൂം, റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കബോർഡ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് അയൺ ചെയ്യാനുള്ള ടേബിളും അയൺ ബോക്സ് എല്ലാം ഉണ്ട്. ഇത് ശരിക്കും മജിയായിട്ടിൻ്റെ പാൻ്റാണ് കേട്ടാ. പിന്നെ ഒരു ചെറിയൊരു ലോക്കർ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാൻ ഇതിലൊന്നും വെച്ചിട്ടൊന്നുമില്ല സാധനങ്ങളൊന്നും, കാരണം ഞാൻ എൻ്റെ പെട്ടിയിൽ തന്നെ വെച്ചിട്ടുണ്ടായത്. വെറുതെ
എടുത്ത് വെക്കലും എല്ലാം കൂടിയിട്ട് ഒരു മെനക്കേടല്ലേന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾ, കുറേ ഡ്രോയേഴ്സ് വരുന്നുണ്ട്. അനുവാദമെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ടായിന്. പിന്നെ കബോർഡിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വാഷ്റൂമിന് മുട്ടിട്ട് തന്നെ ചെറിയൊരു കോഫി മേക്കറും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം. അതിന്റെ താഴെ ഭാഗത്ത് ഫ്രിഡ്ജ് വരുന്നുണ്ട്. ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് വെള്ളമെല്ലാം വെച്ചിട്ടുണ്ടായി കേട്ടാ. പിന്നെ നേരെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ കണക്കന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഉണ്ട്. പിന്നെ ബെഡിന് രണ്ട് സൈഡായിട്ട് ബെഡ് ലാബും ഇത് ടേബിളും സൈഡ് ടേബിളെല്ലാം ഉണ്ട്. ഒരു ഫോണുണ്ട് അവിടെ കൊടുത്തിട്ട്. ഇതിപ്പോൾ ശരിക്കും ചെക്കൗട്ടിന്റെ ടൈമാണ് കേട്ടാ. ചെക്കൗട്ടിന്റെ ടൈം അനുവാദിയും എങ്ങനെയായിരുന്നു ആ റൂം ഉണ്ടായത് അതുപോലെ തന്നെയാണ് ഹാൻഡ് ഓവർ ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാണ്ട് ഒരു പേപ്പറിന്റെ കഷ്ണം പോലും താഴെ ഇല്ലാണ്ട് അത്രയും ക്ലീൻ ആക്കി. അന്നേരം ചേട്ടൻ പറയുന്നുണ്ട്, ഇതൊന്നും വീട്ടിൽ നിന്ന് നീ ചെയ്യില്ലല്ലോ, ഒരു ബെഡ് വിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിന്നോട് എത്ര സമയം പറയണം എന്നല്ല. നല്ല ക്ലൗഡി ആയിട്ടുണ്ടേ, കാണുമ്പോൾ നമുക്ക് മഴ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷയെല്ലാം ഉണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സമയം ഇങ്ങനെയാണ് കേട്ടോ. ഇതാണ് ഇപ്പം നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ വരുന്നത്. അവിടെ ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ട് എന്നെല്ലാം പറഞ്ഞത്. പിന്നെ അവസാനം ഒന്നും കൂടിയും ക്രോസ് ചെക്ക് ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്ത് വീണ്ടും ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് ഇറങ്ങിയിരുന്നു. ആദ്യം കൂളിംഗ് ഗ്ലാസ് എല്ലാം വെച്ചിട്ട് നല്ല ഫുള്ള് സെറ്റായിട്ടായില്ല കേട്ടാ. പിന്നെ അവിടെ നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ കുറച്ച് സമയം സാധനമെല്ലാം വെച്ച് നമ്മൾ അവിടെ ഇരുന്നു. ചേട്ടൻ പിന്നെ വേഗം ബാക്കിയിലെ സംഭവങ്ങളും പ്രൊസീജിയേഴ്സും എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. ലിഫ്റ്റിൽ കയറി. അന്നേരം അനുവാദ റൂമിനോടെല്ലാം ബൈ ബൈ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. അതെന്തായാലും അങ്ങനെയാണല്ലേ, ഒരു ദിവസം നിന്നതാണെങ്കിൽ നമുക്കൊരു കണക്ഷൻ വരുമല്ലോ. പിന്നെ ആ ചേട്ടൻ അവിടുന്ന് നോക്കുന്നുണ്ട്. പിന്നെ അനുവാദ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇരുന്നിട്ട്. ചേട്ടൻ അതിൻ്റെ ഇടയിൽ ഫോൺ വന്നു. ഞാൻ പിന്നെ പറഞ്ഞു എന്തായാലും ഫോണെല്ലാം വിളിച്ചിട്ട് തന്നെ പോവാ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഇതില്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനും അനുവാദ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുവിൻ്റെയും അതിൻ്റെയും കാര്യം കണ്ട അവർ രണ്ടാളും തുടങ്ങിയിട്ടാ. ഇന്നലെ ആടെ ഇരുന്നിട്ട് കളിച്ച അതേ സ്ഥലത്താണ് രണ്ടുപേരും കൂടിയിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനക്കെന്നെ ചിരി വരുന്നേ. ഞാനിങ്ങനെ വെറുതെ എടുത്തൊരു വീഡിയോ ആണ്. ഇവരെ കളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടേ ഉണ്ടായില്ല ആ സമയത്ത്. പക്ഷെ ഇപ്പം അത് കാണുമ്പോൾ നല്ല രസമുണ്ട്. ആടെ ഇങ്ങനെ ഒളിച്ച് നിന്നിട്ടെല്ലാം കളിക്കുന്നതാണ്. അങ്ങനെ അവസാനം നമ്മൾ സ്റ്റേക്കേഷനോട് നമ്മൾ ബൈ ബൈ പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നല്ല ക്ലൗഡി ആയിട്ടുണ്ടല്ലേ, നല്ല അതിൻ്റെ ഇടയിൽ ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ടായി കേട്ടോ. അതൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുണ്ടായില്ലേ, ഫോണിൽ ബാറ്ററി ചാർജ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അതൊന്നും വീഡിയോ എടുക്കാനായിട്ടാ. പിന്നെ നല്ല ആകാശം, നല്ല മഴക്കാറെല്ലാം ഉണ്ടായിനി. എന്നാലും നമ്മ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇപ്പം മഴ പെയ്യും അങ്ങനെ വിചാരിച്ചുകൊണ്ടുണ്ടായിനി. പക്ഷെ കഷ്ടകാലത്തിന് നമുക്ക് മഴ കിട്ടിയില്ല ഫ്രണ്ട്സ്, മഴ കിട്ടിയില്ല. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോയി. പിന്നെ ചേട്ടൻ പറഞ്ഞതാ പിന്നെ ഈ റൂട്ടിലേക്ക് പോകണ്ട, നമുക്ക് എപ്പോഴും സ്ഥിരം വന്ന വഴിയില്ലേ, നമ്മൾ ഇങ്ങോട്ട് വന്ന വഴി, ആ വഴി തന്നെ തിരിച്ചിട്ട് അങ്ങോട്ട് പോവാം അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും അവിടുന്ന് യൂ ടേൺ എടുക്കാൻ വേണ്ടി കുറച്ച് മുമ്പ് ചേട്ടൻ എന്നോട് പറഞ്ഞു. അപ്പം മ്യൂസിക്കൽ റോഡ്, ഞാൻ അന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായില്ലേ ഫുജറയിലെ മ്യൂസിക്കൽ റോഡ്, അവിടുന്ന് യൂ ടേൺ എടുക്കുമ്പം നമുക്ക് കിട്ടും. ഇപ്പം പോകുന്ന റോഡല്ല, അവിടുന്ന് യൂ ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മ്യൂസിക്കൽ റോഡ് കിട്ടും. അന്നേരം ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ അവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് തന്നെ ഇങ്ങോട്ട് വരാം, മ്യൂസിക്കൽ റോഡും കൂടിയും കിട്ടുമല്ലോ. അങ്ങനെ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ അവസാനം അവിടുന്ന് നേരെ അണ്ടർഗ്രൗണ്ട് അല്ല ടണൽ വഴി താഴോട്ടിറങ്ങി നേരെ യൂ ടേൺ എടുത്ത് വീണ്ടും നമ്മൾ പോകേണ്ട റൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ടാകുമ്പോൾ തന്നെയാണ് മ്യൂസിക്കൽ റോഡ് വരുന്നത്. താഴെ ഇത് കണ്ട പിക്ചർ ഉണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് സമയം മ്യൂസിക് കേട്ടോട്ടാ. മ്യൂസിക്കൽ റോഡിൻ്റെ മ്യൂസിക് കേട്ടോളൂ. അങ്ങനെ യൂ ടേണെല്ലാം എടുത്തിട്ട് ഒരു പഴയ റോഡിലായിരുന്നു നമ്മ കയറി കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനൊരു മടി വന്നിട്ട് ചേട്ടൻ വണ്ടി എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ആ ചേട്ടനൊന്ന് ഉറങ്ങണം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഉറങ്ങാൻ പറ്റിയിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് കുറച്ച് സമയം വീഡിയോ എടുത്ത് ബാക്കി സമയം ഉറങ്ങിയിട്ടാ. എനിക്ക് ഇങ്ങനത്തെ വണ്ടി ട്രക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് കുറച്ചും കൂടിയും ഒരു കൺജസ്റ്റഡ് ആയിട്ടില്ല ഫീൽ ചെയ്യുവേ. പ്രത്യേകിച്ച് ഇങ്ങനെ കുറേ ട്രാക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ അടുത്ത ട്രാക്കിലേക്ക് ഈ ട്രക്ക് പോകുന്ന സമയത്ത് എവിടെയോ എനക്കൊരു ഇങ്ങനെ ഇടുങ്ങിയ ഫീലാണ്. അങ്ങനെ വീതിയൊന്നും ഇല്ലാത്ത റോഡാവുന്ന സമയത്ത് പൊതുവേ ഈ റോഡിലധികം ഇങ്ങനെയുള്ള വണ്ടികൾ ഉണ്ടാവലുണ്ട് കേട്ടാ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കുറച്ചൊരു ബാക്കി സാധാരണ പോകുന്ന ഒരു പോലത്തെ ഒരു റൂട്ടും അല്ലല്ലോ. ഒരു ചെറിയൊരു പിടുത്തം വരുന്ന ഒരു ടൈപ്പ് റോഡാണത്. ആ ഒരു ഏരിയൻ്റെ ആ ഒരു ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണേ. പിന്നെ അങ്ങനെ കുറച്ച് സമയം വീഡിയോ എടുത്തേ. എന്നാലും അങ്ങനെ ആ ചേട്ടന് വീഡിയോ അങ്ങനെ വലിയ ത്രില്ലൊന്നും ഇല്ലാത്ത ഒരാളാണ്. വീഡിയോ ആയാലും ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ ത്രില്ലൊന്നും അതിൻ്റെ ചെറിയ ചെറിയ പോരായ്മകളിലുണ്ടാവും. ഞാനിങ്ങനെ പറയാം 0.5 എടുക്ക് അല്ലെങ്കിൽ 1 എടുക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ ഓക്കെ എന്നുള്ളൊരു രീതിയിൽ ചെയ്യുന്നതാണേ. പക്ഷെ അത് എത്രത്തോളം വർക്കാവുന്നതെന്നൊന്നും അല്ല. എന്നാലും എനിക്ക് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, അതന്നെ വലിയ കാര്യം. ഒരു കാര്യം പറയുന്ന സമയത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ എന്താ പറയല് മൂവ് ചെയ്തു. എന്നിട്ട് ഞാനിങ്ങനെ നോക്കിയിരുന്നു ആകാശത്തേക്ക്. മഴ പെയ്യോ മഴ പെയ്യോ കാരണം എനിക്ക് മഴ കിട്ടുമോ എന്നുള്ളത്. കാരണം നല്ല കാർമേഘം ഉണ്ടായിന് കേട്ടാ നമ്മ വരുന്ന സമയത്ത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ മുന്നോട്ട് പോകുന്നതനുസരിച്ച് കാർമേഘങ്ങളെല്ലാം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നേ. നേരം അങ്ങനെ ഇങ്ങനെ എന്ന് പറയല് പോയിക്കൊടുക്കുന്നത്. അന്നേരം അനുവിനെ ആദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഹാങ് ഓവർ മാറിയില്ല. അന്നേരം അനു ആദ്യം പറയുന്നുണ്ട് മെല്ലെ പോയാൽ മതി അമ്മേ, സ്പീഡിലൊന്നും പോവുകയൊന്നും വേണ്ട, മെല്ലെ പോയാൽ മതി. കാരണം അവർക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പം ഇനിയിപ്പോൾ അത്ര സ്കൂൾ തുറക്കാനുള്ള അത്ര ആയി, ഇനിയിപ്പോൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരണമല്ലോ. വെക്കേഷൻ വർക്കും എല്ലാം റെഡി ആക്കണം എന്നുള്ള റിയാലിറ്റിയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് ചെറിയൊരു മടിയെല്ലാം. അങ്ങനെ പിന്നെ അടിച്ചങ്ങ് വിടുകയെന്നിട്ടാ വീട്ടിലേക്ക്. പിന്നെ കുറച്ച് സമയം വീഡിയോ എല്ലാം എടുത്ത് തന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ഞാൻ കുറച്ച് സമയം ഉറങ്ങട്ടോ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ആ ചേട്ടൻ കിടന്നുറങ്ങിയേ. അനുവാദിയെല്ലാം അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിനി കേട്ടോ. ഇടയ്ക്ക് അനു എണീച്ചിട്ടുണ്ടായിനി ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്. പക്ഷെ ആദ്യമേ ഉറങ്ങിയിട്ടുണ്ടായിനി. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ടാകുമ്പോൾ ആ ചേട്ടൻ ഉറങ്ങുന്ന കൂട്ടത്തിൽ തന്നെ ഇവർ മൂന്നാളും കൂടിയിട്ട് ഒരുപോലെ അങ്ങ് ഉറങ്ങി. ഞാൻ പാട്ടെല്ലാം വെച്ചിട്ട് അങ്ങ് കമ്പനിയിലാണ്ടായി പോയി. പിന്നെ അങ്ങനെ നേരെ ഷാർജയിലെത്തി. നേരെ പോയത് തന്നെ ഹോം സെന്ററിലേക്ക് ആണേ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് അവിടുത്തെ കംഫർട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം ചേട്ടൻ പറയാൻ എനിക്ക് അതുപോലത്തെ ഒരു കംഫർട്ട് മേടിക്കണം, ഒരു വലിയൊരു കംഫർട്ട് മേടിക്കണം, ഫുള്ള് കവറാവുന്ന ഒരു കംഫർട്ട് മേടിക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ നേരെ ആ ഒരു സെക്ഷനിലേക്ക് പോയതാണ് കേട്ടാ. അന്നേരം അങ്ങനെ സൂപ്പർ കിങ്ങിന്റെ സൈസിലെ ഒരു കംഫർട്ട് വാങ്ങിച്ച് നേരെ ട്രോളിയിൽ വെച്ച് അല്ല അത് എന്നെ എന്തിനാ എന്നെ കൊഞ്ഞനം കുത്തിനെന്ന് അറിയില്ല. അന്നേരം അവര് പറയുന്നത് വൈറ്റ് മേടിക്കണം. വൈറ്റ് ആടെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വൈറ്റ് മേടിച്ചാൽ 2 ദിവസം കൊണ്ട് അത് ബ്ലാക്ക് കളറാവും, അത് കയറി തുള്ളിയിട്ട് അതിന്റെ പണി തീർത്ത് വെക്കുന്നെല്ലാം പറഞ്ഞതിനാന്ന് തോന്നുന്നു എന്നോട് കൊഞ്ഞനം കുത്തിയത്. എന്നിട്ട് അത് ഉന്തി വലിച്ച് കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. എന്നാലും ഏകദേശം ഒരു വൈറ്റും കൂടി മിക്സഡ് ആണ് വരുന്നത്. പിന്നെ ബാത്ത് ടവൽ വാങ്ങിക്കാനുണ്ടായിനി. അങ്ങനെ എല്ലാം സാധനം ബാത്ത് ടവലും കംഫർട്ടെല്ലാം മേടിച്ച് നേരെ വീട്ടിലേക്ക് കേട്ടാ. ഇനിയിപ്പം ഞാൻ അത്രയും വീഡിയോ എടുത്തിട്ടു. പിന്നെ ഞാൻ ആകെ ടയേർഡായിട്ടുണ്ടായിന്. ഇവര് മൂന്നാളും ഒരു ഉറക്കങ്ങളിൽ ഉറങ്ങി എണീച്ച് ഇവര് സെറ്റായിട്ടുണ്ടായിന്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിന്. അന്നേരം പിന്നെ നേരെ ഇവിടുന്ന് നേരെ വീട്ടിലേക്ക് വിടാന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ അത്രയേ ഉള്ളൂ, അടുത്തായി വീട്. അന്നേരം പിന്നെ കുഴപ്പമില്ല. അത്ര വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നേട്ടാ. പിന്നെ എൻ്റെ സ്റ്റേക്കേഷൻ്റെ 2 പാർട്ടായിട്ട് 2ാമത്തെ പാർട്ടോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുന്നു. ഇഷ്ടമായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടാ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ. ബൈ.